ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LPST, UPST, LD ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ 35 തസ്തികകളിൽ ഡിസംബർ 30-ന് PSC വിജ്ഞാപനം ഉണ്ടാകുമെന്നൊരു പുതിയ വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 2 തസ്തികകളാണ് LP സ്കൂൾ ടീച്ചർ തസ്തികയും അതുപോലെ UP സ്കൂൾ ടീച്ചർ തസ്തികയും. അപ്പോൾ ഇതിൻ്റെ വിജ്ഞാപനം ഈ വർഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ മാസം 30-ാം തീയതി LPST, UPST തസ്തികകളുടെ വിജ്ഞാപനം ഉണ്ടാകും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്ന് നോക്കാം. വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ, അതുപോലെ പോലീസ് വകുപ്പിൽ സയൻറ്റിഫിക് ഓഫീസർ, വാട്ടർ അതോറിറ്റിയിൽ LD ടൈപ്പിസ്റ്റ്. ഇപ്പോൾ LD ടൈപ്പിസ്റ്റിൻ്റെ വാട്ടർ അതോറിറ്റിയിലാണ് ഇത് വരുന്നത്. അതുപോലെ ഇത് തുടങ്ങി 35 തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനാണ് PSC തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗസറ്റ് ഡിസംബർ 30-ലെ ഗസറ്റ് വിജ്ഞാപനമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇവയുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 31 വിശദമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ LP സ്കൂൾ ടീച്ചറിൻ്റെയും UP സ്കൂൾ ടീച്ചർ വിജ്ഞാപനങ്ങൾ 4 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഇതിൻ്റെ മുൻപ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് 2019-ലായിരുന്നു. അന്ന് LP സ്കൂൾ ടീച്ചറിന് 35,455 പേരും UPST 1,07,257 പേരുമാണ് അപേക്ഷ നൽകിയിരുന്നത്. കേറ്ററ്റ് നേടിയവർ കുറവായതിനാലാണ് അന്ന് അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം കേറ്ററ്റ് പരീക്ഷ ഒരുപാട് പേർ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തവണ LPST, UPST തസ്തികകളുടെ അപേക്ഷകരുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ TTC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ കേറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. ഇത് അല്പം കൂടെ നീണ്ട അടുത്ത വർഷം ആയിരുന്നെങ്കിൽ അവർക്കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡിസംബർ 31 വെച്ച് വിജ്ഞാപനം വരുമ്പോൾ ആ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ഒരു തസ്തികയുടെ വിജ്ഞാപനം വരുന്ന ഡേറ്റിൽ ആ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത നേടിയിരിക്കണം എന്നാണ് PSC വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരാത്ത, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊന്നും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി നമുക്കിതിനകത്ത് നോക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം LPST, UPST നിയമന നിലയാണ്. അതും കൂടെ നോക്കാം. അതായത് 14 ജില്ലകളിലും ഇപ്പോൾ നിലവിൽ LPST, UPST തസ്തികകളുടെ റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട്. അതിൽ നിന്നും നടന്നിട്ടുള്ള നിയമനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് LP സ്കൂൾ ടീച്ചർ 358, UPST 261, കൊല്ലം LP 314, UP 106, പത്തനംതിട്ട LP 202, UP 28, ആലപ്പുഴ LP 164, UP 100, കോട്ടയം LP 119, UP 41, ഇടുക്കി LP 52, UP 42, എറണാകുളം LP 99, UP 126, തൃശ്ശൂർ LP 342 നിയമനം നടന്നിട്ടുണ്ട്. UP 162, പാലക്കാട് LP 211, UP 152. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ LP സ്കൂൾ നിയമനം നടന്നിട്ടുള്ളത്. 1000 നിയമനമാണ് നടന്നിട്ടുള്ളത്. UP മലപ്പുറം 265, കോഴിക്കോട് LP 389, UP 276, വയനാട് LP 66, UP 54, കണ്ണൂർ LP 108, UP 126, കാസർഗോഡ് LP 324, UP 284. അപ്പോൾ LP സ്കൂൾ, UP സ്കൂൾ തസ്തികകളിലേക്കുള്ള അധ്യാപകരുടെ വിജ്ഞാപനം ഈ മാസം വരുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.